ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഒരു വടക്കം വീരകഥ മൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ 2 ദിനങ്ങളിൽ മിന്നുന്ന പെർഫോമൻസ് തന്നെയാണ് സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയുടെ ക്വാളിറ്റിയും സിനിമ എന്ത് എന്നുള്ളതും ഒരു കുഞ്ഞിനോട് പോലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം പറയുന്നവന്മാർ മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് ചാനലുകാർ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടി വിരോധികളായ ചാനലുകാരും അത് ചെയ്യുന്നുണ്ട്. സിനിമ 35 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി ലാവിഷായിട്ട് ഒരുപാട് നാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ആ ഒരു ചിത്രത്തിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് 4K റീമാസ്റ്റർ ചെയ്തിറങ്ങിയപ്പോഴും നല്ല ക്വാളിറ്റി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നതും. അതേപോലെ തന്നെ സിനിമയുടെ കളക്ഷൻ മാത്രമാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അങ്ങനെ ആദ്യ ദിനം സിനിമയുടെ കളക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരു ട്രാക്കറും പുറത്തു കൊണ്ടുവന്നിട്ടില്ല. 2ാം ദിവസവും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഈ തിരക്ക് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യ ദിനം പ്രതീക്ഷിക്കുന്നതും ഏറെക്കുറെ ഉറപ്പ് എന്ന് എല്ലാവരും പറയുന്നതുമായിട്ടുള്ള കളക്ഷനിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ആദ്യ ദിനം സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയത് 10 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയാണ് എന്നുള്ളതാണ്. ഇതുവരെ ഒരിടത്തു നിന്നും സ്ഥിരീകരിച്ച കളക്ഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 20 ലക്ഷത്തോളം ഉണ്ടാകാം എന്നുള്ളതാണ് ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2ാം ദിവസം ആദ്യ ദിനത്തേക്കാൾ മികച്ച രീതിയിൽ തന്നെയാണ് കളക്ഷൻ പോയത്. പ്രത്യേകിച്ച് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഓറഞ്ച് അലർട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. കേരളത്തിന് പുറമെ ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലും പല ഷോകളും ഹൗസ്ഫുൾ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലേക്ക് എത്തി. സാധാരണ മമ്മൂട്ടി സിനിമകളുടെ അല്ലെങ്കിൽ സാധാരണ റീ റിലീസ് ചിത്രങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാറില്ല. 1 or 2 സിനിമകൾക്ക് മാത്രമാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ദേവദൂതൻ, അതേപോലെ മണിച്ചിത്രത്താഴ്, ഈ 2 സിനിമകൾക്കാണ് അത്യാവശ്യം ഇങ്ങനെയുള്ള തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഷോകളേ ഉള്ളൂ. നമുക്കറിയാം കേരളത്തിൽ 90 തിയേറ്ററുകളുണ്ടെങ്കിലും കൂടി വന്നാൽ ഒരു 150 ഷോകൾ വരെ ഉള്ളൂ മാക്സിമം ആയിട്ടുള്ളത്. പിന്നെ ചെന്നൈയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10-15 ഷോകൾ കാണാൻ കഴിയുന്നു. ബാംഗ്ലൂരിൽ 10ഓളം ഷോകൾ മാത്രമാണ്. വിദേശ രാജ്യങ്ങളിൽ നല്ല ലെവലിലുള്ള തിയേറ്റർ കൗണ്ടുകൾ കുറവാണ്. റിലീസ് നല്ലതായിരുന്നു എന്നുള്ളതാണ്. ഒരു 20 അല്ലെങ്കിൽ 25-30 വരെയുള്ള തിയേറ്ററുകൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഷോകളുണ്ട് എന്നുള്ളതാണ്. 2ാം ദിവസവും സിനിമയ്ക്ക് മികച്ച ഇതാണ്. അത് കേരളത്തിൽ നിന്ന് 15 തൊട്ട് 18 ലക്ഷം രൂപ വരെ ആണ് സിനിമയുടെ പ്രതീക്ഷിക്കുന്ന കളക്ഷൻ. ഏറെക്കുറെ 15 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പിച്ചിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് സിനിമ ഏറെക്കുറെ 45-50 ലക്ഷത്തോളം വരും. ഒരു റീ റിലീസ് ചിത്രത്തിന് ഡീസൻറ്റ് എന്ന് പറയാവുന്ന ഒരു കളക്ഷനിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സിനിമ ക്വാളിറ്റിയും അതേപോലെ ഇന്നത്തെ തലമുറയിലുള്ള ആളുകളും പണ്ടത്തെ തലമുറയിലുള്ള ആളുകൾ വീണ്ടും കാണുമ്പോൾ അവർക്ക് പൂർണ്ണ തൃപ്തി തന്നെയാണ് സിനിമ നൽകുന്നത്. എന്താണേലും ഇന്ന് ഞായറാഴ്ചയും മികച്ച രീതിയിലുള്ള ബുക്കിങ്ങിലേക്ക് തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും ഓറഞ്ച് അലർട്ട് കാണാൻ കഴിയുന്നു. ആദ്യമായിട്ടാണ് ഒരു മമ്മൂട്ടി സിനിമയുടെ റീ റിലീസിന് ഇത്രത്തോളം മികച്ച രീതിയിലുള്ള ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫാൻസ് അല്ല ഇതിൻ്റെ പിന്നിൽ ഒന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സാധാരണക്കാർ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടവരാണ്. ഫാൻസ് ആണെങ്കിൽ ഇന്നും പേപ്പറിൽ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രശസ്തി ഇരിക്കുകയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ 50 എത്തിയോ 100 എത്തിയോ എന്ന് ചോദിക്കുകയല്ലാതെ തിയേറ്ററിലേക്ക് ആ സൈഡിലേക്ക് പോലും അവർ പോവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുമാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ഏതാനും സിനിമകൾ റീ റിലീസ് മാത്രമല്ല അല്ലാത്ത സിനിമകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതലും തട്ടുപൊളിപ്പൻ ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ മറ്റു നടൻ്റെ സിനിമ വിജയിച്ചാലും പൊട്ടിയാലും അതിൽ പോയി തലയിടലും അതിൽ പോയി ഒന്ന് നോക്കിയിട്ട് കണ്ടിട്ട് വരാമെന്നുള്ള ചിന്താഗതിയുമാണ് പല ഫാൻസുകാരെയും കാണുന്നത്. ഫാൻസുകാർ അത് നിങ്ങളെ വിമർശിക്കുകയാണെന്ന് കരുതണ്ട. നിങ്ങളതൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നല്ല സിനിമകൾ ഇറങ്ങിയിട്ട് പോലും, അല്ലെങ്കിൽ ഇത്ര നല്ല സിനിമകൾ ഇറങ്ങിയിട്ട് പോലും ഇതിന് വലിയ ചലനമൊന്നും സൃഷ്ടിക്കാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് നടന്നിട്ടില്ല എന്നുള്ളതാണ്. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ഫാൻ ഷോ അല്ലെങ്കിൽ ഫാൻസിൻ്റെ രീതിയിലുള്ള ഒരു സപ്പോർട്ടും മമ്മൂട്ടി സിനിമകൾക്ക് ഇപ്പോൾ ലഭിക്കാറുമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റീ റിലീസിൻ്റെ കാര്യത്തിൽ പരാജയം എന്ന് തന്നെ പറയാം. 100 കൂട്ടം ന്യായങ്ങൾ നിർത്താനും നിങ്ങൾക്ക് കഴിയാണ്ട്. ഇത് റീ റിലീസ് അല്ലേ, ഇത് അത്രയും മതി, അങ്ങനെയുള്ള ചിന്തകളെല്ലാം. ഇനിയും എതിരാളികളായ ചില ചാനലുകാരുടെ കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കാം. വേറെ ഒന്നുമല്ല, നമുക്ക് താല്പര്യമുള്ള വിഷയമല്ല, എന്നാലും ഒന്ന് പറയുന്നു. എല്ലാം ഞാൻ തന്നെ പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന ചാനൽ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടിക്കെതിരായിട്ടുള്ള രീതിയിൽ പറയുന്നത് എന്ത് വിവരക്കേട് വെച്ചിട്ടാണ് അദ്ദേഹം അത് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയും മറ്റൊരു നടനോടുള്ള ആരാധന മൂത്തിട്ടാണെങ്കിൽ ഓക്കെ, നമുക്കത് വിശ്വസിക്കാമെന്നാണ്. പക്ഷേ നമ്മൾ നടത്തുന്ന ഒരു ചാനലാണ്, അല്ലെങ്കിൽ ഒരു മാധ്യമം പോലെയുള്ള ഒരു സംഭവമാണ്. അത്ര ക്വാളിറ്റി അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറേ പേര് ഇത് കാണുന്നുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കാം. അവിടെ നമുക്ക് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഒരേപോലെ തന്നെയാണ്. വേറെ വലിയ വ്യത്യാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഓരോ നടന്മാരെ ഇഷ്ടമുണ്ടാകാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ബാക്കിയുള്ള നടന്മാരെ താത്തി പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകളായ ടർബോയ്ക്ക് 70 കോടി ബഡ്ജറ്റ് പറയുന്ന അവരിന്ന് പറയുന്നു പല മോഹൻലാൽ സിനിമകളുടെ കാര്യം. അങ്ങനെ ആ ഒരു ഡിഫറൻസ് തന്നെയാണ് പറയുന്നത്. മോഹൻലാൽ സിനിമകൾക്ക് ബഡ്ജറ്റ് വളരെ കുറവാണ്. എന്തിന് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് 141 കോടിയേ ഉള്ളൂ എന്ന് സുരേഷ് കുമാർ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സുരേഷ് കുമാർ പറഞ്ഞ അന്ന്
ആന്റണി പെരുമ്പാവൂർ കണ്ടപ്പോൾ സംസാരിച്ചാണ്. പടം തുടങ്ങിയ സമയത്താണ്. സിനിമയ്ക്ക് 250 കോടിയോളം തന്നെയാണ് ബഡ്ജറ്റ്. അപ്പോൾ അവരുടെ ആ ഒരു ഭീതി, ഉള്ളിലെ ഭീതി എന്നാണ്. അങ്ങനെ പടം വിജയിക്കുമോ, എമ്പുരാൻ വിജയിക്കുമോ, പരാജയപ്പെടുമോ എന്നുള്ള പേടിയും ഇനിയും അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും നിങ്ങൾക്കോ എനിക്കോ ഒന്നുമില്ല. പക്ഷേ ഇത് വിജയിക്കുകയാണെങ്കിൽ നമുക്കൊക്കെയുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കൂടുതൽ വീഡിയോസ് ചെയ്യാം, കൂടുതൽ റീച്ച് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനകത്ത് കൂടുതൽ നമുക്ക് വരുമാനവും വരും, അത്രയും തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ അത് വിജയിക്കാൻ വേണ്ടി കളക്ഷൻ കുറച്ച് പറയേണ്ട അത്ര തരം താഴ്ന്നതല്ല മോഹൻലാലും മമ്മൂട്ടിയൊന്നും. കളക്ഷൻ കുറച്ച് പറഞ്ഞ് വിജയിക്കേണ്ട കാര്യം. പിന്നെ ഓരോ സിനിമ കാണുമ്പോഴും നമുക്കറിയാം എത്രത്തോളം എമൗണ്ട് വരുമെന്നുള്ളത്. ഇവിടെ ബാറോസ് എന്ന സിനിമയെക്കുറിച്ച് പറയുന്നതും അദ്ദേഹം പറയുന്നത് കേട്ടു. അതിൻ്റെ ബഡ്ജറ്റ് 80 കോടി അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളൂ എന്ന്. അത് ഒഫീഷ്യലായിട്ട് തന്നെ അണിയറ പ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ അവർ നൽകിയ വിദേശ താരങ്ങളിൽ നിന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു അത് 150 കോടിക്ക് മുകളിലാണ് എന്നുള്ളത്. എന്താണ് ചെയ്ത് വെച്ചേക്കുന്നതെന്നൊക്കെ പ്രൊഡ്യൂസർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരുപക്ഷെ 10 കോടി ഇട്ടിട്ട് 150 കോടി അവർ എഴുതിയിരിക്കുന്നതായിരിക്കാം. എമ്പുരാൻ എന്ന സിനിമ ഈ പറഞ്ഞിരിക്കുന്നതിനകത്തിൽ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യവും കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, 151 കോടി ചിലവായെന്നും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പ്രതിഫലം അതിൽ കൂട്ടിയിട്ടില്ല എന്നും പിന്നെ അങ്ങോട്ടുള്ള പ്രിൻറ്റ് പബ്ലിസിറ്റി അങ്ങനെയുള്ള ഒരു സാധനവും അതിനതിൽ കൂട്ടിയിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തിന് അറിയില്ല. അതായത് മിനിമം സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമോ അല്ലെങ്കിൽ പറയുന്ന മണ്ടത്തരമാണെങ്കിലും അത് പറഞ്ഞു പോവുക, അല്ലാതെ ബുദ്ധിജീവി ഞാനാണ് ഏറ്റവും വലിയ ആൾ, എനിക്ക് മാത്രമേ എല്ലാം അറിയാവുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോകുന്നതിനതിൽ മണ്ടത്തരം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന് തന്നെ കാണുന്നു. പക്ഷേ അതൊക്കെ ഒന്ന് പരിഹരിച്ച് പോയാൽ നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, കൂടുതൽ ആളുകളുണ്ട്, അവർ കൂടുതൽ ഇഷ്ടപ്പെട്ടോളും. പക്ഷേ നിങ്ങൾ ആ ഒരു കുശുമ്പ് കുത്തുന്ന പരിപാടികൾ കൂടെ കളഞ്ഞാൽ നല്ല ഒരു ചാനലായി നിങ്ങളും മുന്നോട്ട് പോയിക്കോളും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം മമ്മൂട്ടി ഫാൻസിനോടുള്ള ഒരു കാര്യം കൂടെ തന്നെ നമ്മൾ ഒരു കാര്യം എടുത്തു പറയാം. നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ളത് മാത്രമല്ല ഫാൻസ്, അത് മമ്മൂട്ടി ഫാൻസിനോടല്ല മോഹൻലാൽ ഫാൻസിനോടും ഒക്കെ പറയാനുള്ളതാണ്. എലോൺ പോലെയുള്ള സിനിമകൾ നമ്മൾ നേരത്തെ ചോദിച്ചതാണ്. മമ്മൂട്ടി ഫാൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ റിലീസ് വരുമ്പോൾ അതിനോട് എന്തോ പിന്തിരിഞ്ഞ് നിൽക്കുന്നു. വടക്കൻ വീരഗാഥ ഒരു മമ്മൂട്ടി സിനിമയായിട്ടൊന്നും ആരും കാണേണ്ട കാര്യമില്ല. കാരണം ഇതൊരു ചരിത്ര സിനിമ തന്നെയാണ്. MDയിൽ തുടങ്ങുന്നു അതിൻ്റെ പ്രശസ്തി എന്ന് തന്നെ പറയാം. എഴുത്തുകാരിൽ തുടങ്ങി അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ നടനിലും എന്തിന് തിയേറ്ററുകൾ പോലും അന്ന് റിലീസ് ചെയ്ത അല്ലെങ്കിൽ ഇന്ന് റിലീസ് ചെയ്യുന്ന തിയേറ്ററുകൾ പോലും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിനകത്തിലുള്ള ക്യാരക്ടറൈസേഷൻ നോക്കിയാൽ മതി. ഇതിനകത്തിൽ എത്ര ഗംഭീരമായിട്ടാണ് ഇതിനകത്തിലെ ഓരോ വ്യക്തിയും ഈ അഭ്രപാളികളിൽ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ മൈന്യൂട്ട് എക്സ്പ്രഷൻ്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് അതിനകത്തിൽ തന്നെ കാണാമെന്ന് തന്നെ പറയാം. കഥയുടെ പോക്ക്, അതേപോലെ തന്നെ ഡയറക്ഷൻ, ഇന്നത്തെ കാലത്തെ പോലെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ ഒരു കാലത്ത് മാൻ സ്കിൽ എന്ത് അല്ലെങ്കിൽ ഹ്യൂമൻ സ്കിൽ എന്തെന്നുള്ളത് പൂർണ്ണമായും കാണിച്ചു തന്നെയാണ് MDയും അതേപോലെ തന്നെ നമ്മുടെ PVGയും അതേപോലെ ഹരിഹരൻ സാറുമൊക്കെ നമുക്ക് അങ്ങനെ തന്നെയാണ് കാണിച്ചു തരുന്നത്. മമ്മൂട്ടിയിൽ നിന്ന് തുടങ്ങുന്നു, നായകനായി മമ്മൂട്ടിയിൽ തുടങ്ങി അങ്ങനെ ഓരോരുത്തരും അതേപോലെ സ്ത്രീ കഥാപാത്രങ്ങളുമെല്ലാം അത്രത്തോളം ഗംഭീരമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്ന സിനിമയാണ്. എങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ നിങ്ങൾ നോക്കിയാലും ഈ സിനിമയിൽ ഒരു പഴുതുമില്ല കണ്ടുപിടിക്കണം. അത്രത്തോളം മനോഹരമായ രീതിയിൽ തന്നെയാണ്, ഹൃദയത്തിൽ ചേർക്കുന്ന ലെവലിൽ തന്നെയാണ് വടക്കൻ വീരഗാഥ പോയിരിക്കുന്നത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമയെ കവർ ചെയ്യാൻ ഇന്നും ഇതിനു മുമ്പും മലയാളത്തിൽ ഒരു സിനിമയും വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ഭൂരിഭാഗവും നമുക്കിപ്പോൾ അറിയാവുന്നത്, ഈ കാണാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം സിനിമാ തിയേറ്ററുകളിലേക്ക് പോകുന്നവരും ഈ സിനിമയോടുള്ള സ്നേഹമുള്ളവരും ഫാൻസിൽ നിന്നുള്ള കുറച്ച് പേരും മാത്രമാണ്. മമ്മൂട്ടി ഫാൻസ് അത് ഒന്ന് പരിഹരിച്ചാൽ നല്ല ലെവലിൽ കളക്ഷൻ പോകും. മമ്മൂട്ടിക്ക് കളക്ഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസോ അല്ലെങ്കിൽ ഇപ്പം ഇന്ന് റിലീസ് ചെയ്തവർക്കോ കൊടുത്തിട്ടോ വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് ആർക്കും വലിയ കാര്യം, നല്ല സിനിമയാണെങ്കിൽ നമുക്ക് കാണാം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ കളക്ഷൻ്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ അതാണ് ഇത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ, അവർ കളിയാക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആ ഒരു വേദന മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശുഭം തന്നെയാണ്. ഒന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്, അല്ലെങ്കിൽ കച്ചകെട്ടി മുന്നോട്ടിറങ്ങി വിജയിപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. വിജയ് മീഡിയാസ്.